ചില കുഞ്ഞുങ്ങൾ എന്ത് ഫുഡ് കൊടുത്താലും കഴിക്കും, എന്നാൽ ചിലരോ ഭയങ്കര ചൂസി ആയിരിക്കും. ആ കാറ്റഗറിയിലുള്ളതാണ് എൻ്റെ മോള്. നമുക്കിന്നൊരു ചെറുപയർ കറി ഉണ്ടാക്കിയാലോ? കുക്കറിലോട്ട് 1 കപ്പ് ചെറുപയർ, ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം ഉപ്പ്, വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും 4-5 വിസിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് അടുപ്പിക്കാം. കുക്കർ തുറന്ന് തവി വെച്ച് ജസ്റ്റ് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ എൻ്റെ മോൾക്ക് ഇഷ്ടമല്ലാത്തൊരു ഐറ്റമാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പം ഒന്നും മിണ്ടാതെ കഴിച്ചതിന് ശേഷം അമ്മ സൂപ്പറാ, കൊള്ളാമെന്ന് പറഞ്ഞു. ഇനി കടുക് വറക്കാനായിട്ട് ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുക്, അല്പം ജീരകം, അതൊന്ന് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് കളർ ചേഞ്ച് ആയതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായം ഇടുന്നത് പ്രത്യേക ടേസ്റ്റാണ്. മസാല എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം അത് കുക്കറിൽ വേവിച്ച് വെച്ച് ചെറുപയറിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിൻ ഗ്രേവി ആക്കാനായിട്ട് ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഒരല്പം കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് തിൻ ഗ്രേവി ആക്കാം. ഒരല്പനേരം അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം, മസാല എല്ലാം ഒന്ന് പിടിക്കാനായിട്ട്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷേ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.